മഅദിൻ ക്യൂലാൻഡ് സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലറിയാം. 51 സ്ഥാപനങ്ങളിൽ 30,000 കുട്ടികൾ പഠിക്കുന്ന അഭിവന്ദ്യരായ ഷെയ്ഖുന ബദറു സാദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തങ്ങൾ ഉസ്താദിൻ്റെ മഹനീയമായ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം അൽഹംദുലില്ലാ സ്ത്രീകൾക്ക് വേണ്ടി തുടങ്ങിയ 5ഓളം സ്ഥാപനങ്ങൾ നിലവിലുണ്ട്. വ്യത്യസ്തമായ ക്യാമ്പസുകൾ, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ പഠനങ്ങളാണ് എല്ലായിടങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, എല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. നേരത്തെ അഭിവന്ദ്യരായ സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി ബദറുദ്ദുജ സ്ഥാപനങ്ങളുടെ ചെയർമാൻ ഓർമ്മപ്പെടുത്തിയത് അതിൻ്റെ കൂട്ടത്തിലൊരു വാക്കുകൂടി പറയുകയാണ്. അവിടുത്തെ ഉമ്മ എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഉമ്മ ഇപ്പോഴുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എൻ്റെ 5 മക്കളെയും ഇൽമു കൊണ്ട് രാജാക്കന്മാരാക്കണേ എന്ന് അഭിവന്ദ്യരായ പൊസോട്ട് തങ്ങൾ അവിടുത്തെ ദറജ അള്ളാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. ആ പൊസോട്ട് തങ്ങളടക്കം ആദരണീയരായ ഷെയ്ഖുനെ അടക്കം സയ്യിദ് ഇസ്മായിൽ ബുഖാരി അടക്കം സയ്യിദ് ഹബീബ് റഹ്മാൻ അബ്ദുള്ള ബുഖാരി തങ്ങളടക്കം സയ്യിദ് ശിഹാബുദ്ദീൻ അൽ ബുഖാരി തങ്ങളടക്കം എല്ലാവരും ഇന്ന് ഇൽമിൻ്റെ മേഖലയിലാണ്. ഒരുപാട് ആളുകൾക്ക് ദർസ് നടത്തി ഒരുപാട് ശിഷ്യന്മാരെ വാർത്തെടുത്ത് അതേ രീതിയിൽ അവിടുത്തെ ഉപ്പ നേരത്തെ ഹറമിൽ വെച്ച് ഉപ്പ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഇവിടേക്ക് എത്തിയത് എന്ന് ഓർമ്മപ്പെടുത്തിയതുപോലെ അവരുടെ ഉമ്മയും എപ്പോഴും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു, ഇൽമു കൊണ്ട് രാജാക്കന്മാരാക്കാൻ. ആ ഉമ്മയുടെ ഫലമാണ് ഇന്ന് ആ മക്കളൊക്കെ ഇൽമു കൊണ്ട് വലിയ രാജാക്കന്മാരായി നമ്മൾ കാണുന്നത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ശിഷ്യന്മാരാണ് ഓരോ സ്ഥാപനത്തിലും. ബദറുദ്ദുജയിലാണെങ്കിലും സിൻസിയറിലാണെങ്കിലും മഅദിൻ ക്യാമ്പസുകളിലാണെങ്കിലും മദ്ഹർ പൊസോട്ടിലാണെങ്കിലും ഒക്കെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതാണ് ആ പ്രാർത്ഥനയുടെ വലിയ ഫലം. നമുക്കൊക്കെ അറിയാം, ഇന്ന് നമ്മൾ വേദനിക്കുന്നത് ഫലസ്തീനെ കുറിച്ചാണ്, ഗസയെക്കുറിച്ചാണ്. നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിച്ചതുപോലെ സ്വലാഹുദ്ദീൻ അയ്യൂബി തങ്ങളുടെ ഉപ്പ നജ്മുദ്ദീൻ അയ്യൂബി തങ്ങൾ കല്യാണം കഴിക്കാതെ ഇങ്ങനെ നടക്കുകയായിരുന്നു. പ്രായമായി, കൂടെയുള്ളവരൊക്കെ കല്യാണം കഴിച്ചു. പക്ഷേ നജ്മുദ്ദീൻ തങ്ങൾ കല്യാണം കഴിക്കുന്നില്ല. എനിക്ക് പറ്റിയ പെണ്ണിനെ കിട്ടിയിട്ടില്ല എന്ന് എപ്പോഴും പറയുമായിരുന്നു. അവിടുത്തെ എളാപ്പമാർ ഇറാഖിലെ ഗവർണർമാരായിരുന്നു. എന്താണ് നിങ്ങൾ കല്യാണം കഴിക്കാത്തത്? നിങ്ങൾക്ക് ഏത് പെണ്ണാണ് വേണ്ടത്? നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സമ്പത്തുള്ള പെണ്ണാണോ, സീനത്തുള്ള പെണ്ണാണോ, ഏതാണോ വേണ്ടത്? നൽകാം എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഗവർണർമാരായ അവിടുത്തെ എളാപ്പമാരും മൂത്താപ്പമാരൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും വകവെക്കാതെ എനിക്കുള്ള പെണ്ണിനെ കിട്ടിയിട്ടില്ല, ഞാൻ ആഗ്രഹിക്കുന്ന പെണ്ണിനെ കിട്ടിയിട്ടില്ല, ഞാൻ തേടി നടക്കുന്ന പെണ്ണിനെ കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടേണ്ടത് ഈ ഫലസ്തീനിലെ ഈ മസ്ജിദുൽ അഖ്സ മോചിപ്പിക്കാൻ പറ്റുന്ന, കുട്ടിക്ക് ജന്മം നൽകാൻ പറ്റിയ ഒരു വധുവിനെയാണ് എന്ന് അവിടുന്ന് എപ്പോഴും പറയുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു തവണ ഇറാഖിലെ ഗവർണറുടെ അടുക്കൽ, അവിടുത്തെ ഷെയ്ഖിൻ്റെ അടുക്കൽ, അമീറിൻ്റെ അടുക്കൽ വെറുതെ കാണാൻ വേണ്ടി പോയതാണ്. ആ സമയത്ത് അവിടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ട്, ബുർക്ക ധരിച്ച് നല്ല ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. ആ സ്ത്രീയോട് ഈ ഷെയ്ഖ് ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് നല്ലൊരു വധുവിനെ വരനെ പറഞ്ഞയച്ചു തന്നിട്ട് എന്തേ നിങ്ങൾ ആ കല്യാണം അന്വേഷിച്ച് മുന്നോട്ട് പോകാഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ അന്വേഷിക്കുന്ന പുതിയാപ്പിളയെ എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ ചോദിക്കുന്ന വരനെ എനിക്ക് കിട്ടിയിട്ടില്ല. അത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഖുദ്സ് മോചിപ്പിക്കാൻ പറ്റിയ, ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കാൻ പറ്റിയ ഒരു കുട്ടിക്ക് ബീജം നൽകാൻ പറ്റുന്ന ഒരു വരനെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. ആ സമയത്ത് ഷെയ്ഖിനെ കാണാൻ വേണ്ടി നജ്മുദ്ദീൻ അയ്യൂബി തങ്ങൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇത് കേട്ട ഉടനെ ആ ഷെയ്ഖിനോട് പറഞ്ഞു, ഞാൻ അന്വേഷിക്കുന്ന പെണ്ണ് ഈ പെണ്ണാണ്, എനിക്ക് ഈ പെണ്ണിനെ തന്നെയാണ് വേണ്ടത്, എനിക്ക് ഇവരെ കല്യാണം കഴിച്ചു തരാൻ പറ്റുമോ എന്ന്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് കല്യാണം കഴിഞ്ഞിട്ടില്ല, അവിടുന്ന് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ആ ഉപ്പയും ഉമ്മയും ആഗ്രഹിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കാൻ പറ്റിയ ഒരു വരൻ, ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പറ്റിയ ഒരു വരനെ എനിക്ക് വേണം, ഒരു വധുവിനെ എനിക്ക് വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹിക്കുകയാണ്. അതായിരുന്നു
പഴയ കാലത്ത് നമ്മുടെ ഉപ്പമാരും ഉമ്മാമ്മമാരും ഒക്കെ അവരെങ്ങനെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്? എ പി ഉസ്താദിനെ പോലെ, അഭിവന്ദനായ ഷെയ്ഖുന ബദറു സാദാത്തിനെ പോലെ, അഭിവന്ദനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെ പോലെ അവരുടെയൊക്കെ ഉമ്മമാരുടെ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അഭിവന്ദനായ ഷെയ്ഖുനയുടെ ഉമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരുടെ ഉമ്മമാരെടുത്ത് പരിശോധിക്കുമ്പോഴും അവരുടെ ഉപ്പമാരെടുത്ത് പരിശോധിക്കുമ്പോഴും അവരൊക്കെ നമുക്ക് കാണിച്ചു തന്നത് അതാണ്. നേരത്തെ അഭിവന്ദനായ സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ദുആകളിൽ എപ്പോഴും നമ്മുടെ മക്കൾ വേണം. നമ്മൾ ആർക്ക് പ്രാർത്ഥിക്കുന്ന സമയത്തും എവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തും അങ്ങനത്തെ ദുആകളിൽ നമുക്ക് ഇടം ലഭിക്കണം. നമ്മുടെ മക്കൾ എപ്പോഴും ഉണ്ടാകണം. ഞാൻ ഓർത്തു പോകുന്നു, ഒരു പ്രാവശ്യം മഅദിൻ സ്ഥാപനത്തിൽ ഒരു ഉമ്മ വന്നിട്ട്, എനിക്ക് ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടണം, അഡ്മിഷൻ കൊടുക്കുന്ന കാലമൊന്നുമല്ല, സമയമല്ല, അഡ്മിഷനൊരു സമയമുണ്ടല്ലോ, നിർബന്ധമായിട്ടും എൻ്റെ കുട്ടിക്ക് അഡ്മിഷൻ ലഭിക്കണമെന്ന് വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നിന്നുള്ളൊരു ഉമ്മ വന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു, ഇപ്പോൾ അഡ്മിഷൻ്റെ സമയമില്ലല്ലോ, എന്തായാലും ചെയ്തു തരാൻ പറ്റില്ല, പ്രയാസമാണ് എന്നറിയിച്ചപ്പോൾ, എൻ്റെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടേ ഞാൻ പോകൂ, എൻ്റെ കുട്ടിക്ക് എന്തായാലും നിർബന്ധമായും അഡ്മിഷൻ തരണമെന്ന് ആ ഉമ്മ യാചിക്കുകയാണ്. കാരണം ആ ഉമ്മ പറഞ്ഞു, ഇന്നലെ വയനാട്ടിലെ പുൽപ്പള്ളിയിൽ എൻ്റെ നാട്ടിൽ ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ അഭിവന്ദനായ ഷെയ്ഖുന ബദറു സാദാത്ത് തങ്ങൾ ഉസ്താദ് വന്നിരുന്നു. അവിടുന്ന് 12 മണി സമയത്താണ് അവിടെ ദുആ മജ്‌ലിസിലേക്ക് എത്തിയത്. ആ സമയത്തും ഈ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് വേണ്ടി അവിടുന്ന് ദുആ ചെയ്യുന്നുണ്ട്. 2 മണി വരെ അവിടെ പ്രാർത്ഥനാ മജ്‌ലിസുകളായി കഴിഞ്ഞുകൂടിയപ്പോഴും പലതവണ ഈ സ്ഥാപനത്തിലെ മക്കൾക്ക് വേണ്ടി അവിടുന്ന് ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു. ആ ദുആയിൽ എൻ്റെ കുട്ടിക്കും ഒരിടം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ അഡ്മിഷന് വന്നത് എന്ന് വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നിന്ന് ഒരു ഉമ്മ വന്ന് ഓഫീസിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഇങ്ങനത്തെ ഒരുപാട് ഉമ്മമാർ, രക്ഷിതാക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെപ്പോഴും അഭിവന്ദനായ സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ മക്കൾ വേണം. നമ്മുടെ മക്കൾ എപ്പോഴും ഓർമ്മയിലുണ്ടാകണം. നമ്മുടെ മക്കളുടെ പേര് പറഞ്ഞ് ദുആ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ദുആ ചെയ്യണം. വന്യരായ ഷെയ്ഖുന ബദറു സാദാത്ത് തങ്ങൾ ഉസ്താദ് ഞങ്ങൾ മർക്കസിലേക്ക് ഉപരിപഠനത്തിന് വേണ്ടി തങ്ങൾ ഉസ്താദിൽ നിന്ന് പഠനം നിർത്തി പോകുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, മക്കളെ, നിങ്ങൾ ഇനി 2 വർഷത്തെ പഠനം മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ജോലി വേണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നല്ല വിവാഹ ജീവിതം വേണം. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രാർത്ഥനകളിൽ നിങ്ങൾ എപ്പോഴും അതുണ്ടാകണമേ എന്ന് 2 വർഷം മുമ്പ് മർക്കസിലേക്ക് അഡ്മിഷൻ ലഭിച്ച് ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് തന്ന ഉപദേശമാണ്. എന്നിട്ട് ഷെയ്ഖുന പറയാണ്, പൊതുജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന പ്രാർത്ഥനയാണ് നിർവഹിക്കേണ്ടത്. അവിടെ ഫിദ്ദുനിയ ഹസന, ദുനിയാവിലെ ഹസനത്ത് എനിക്ക് ലഭിക്കണമേ, എനിക്ക് നൽകണമേ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ വരേണ്ടത്, എനിക്ക് നല്ല ജോലി കിട്ടണം, എനിക്ക് നല്ല എൻ്റെ ഈ പഠനം കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല ജോലി കിട്ടണം, അതിനുശേഷം എനിക്ക് നല്ല വിവാഹം കിട്ടണം, നല്ല കല്യാണം നടക്കണം എന്ന് നിങ്ങളെപ്പോഴും ദുആ ചെയ്യണം. ഒറ്റയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് പറഞ്ഞു തന്നെ, ആരും കേൾക്കാതെ നിങ്ങൾ മാത്രമുള്ള ദുആകളാണെങ്കിൽ അവിടെ നിങ്ങൾ പറഞ്ഞു തന്നെ ദുആ ചെയ്യണമെന്ന് ഞങ്ങൾ ഉപരിപഠനത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് തന്ന ഉപദേശമാണ്. അഭിവന്യരായ സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങളുണ്ട്, ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന സദസ്സിലാണ് വന്യരായ ഷെയ്ഖുന ഇത് പറഞ്ഞത്. ഞാൻ ഇന്നും ഓർക്കുന്നു, ഞങ്ങൾ പഠിക്കുന്ന സമയം ഓരോ ഘട്ടങ്ങളിലും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മക്കൾ ജീവിക്കുന്നത് ഇന്ന് വലിയ ലോകത്താണ്. നമ്മളുടെ കാലഘട്ടത്തിൽ ഇന്ന് മൊബൈൽ ഫോൺ പോലത്തെ വലിയ ലോകത്താണ് നമ്മളുള്ളെങ്കിൽ അതിലേറെ വലിയ ലോകത്തേക്കാണ് നമ്മളുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തം വീടുകളിൽ നിന്ന് മഞ്ചേരി അങ്ങാടിയിലേക്ക് പോകുന്നത് ഹെലികോപ്റ്റർ മുഖേനയാണ്, അല്ലെങ്കിൽ വായുവിലൂടെ സഞ്ചരിച്ച് കാർ മുഖേനയാണ്. ദുബായിലും ചൈനയിലുമൊക്കെ അത് പരീക്ഷണം നടത്തി വിജയിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് നമ്മുടെ മക്കൾ സ്വന്തം വീട്ടിൽ നിന്ന് ഈ സ്ഥാപനത്തിലേക്ക് വന്നിറങ്ങുന്നത് വായുവിലൂടെയുള്ള സഞ്ചാരത്തിലൂടെയാണ്. റോഡിലൂടെയുള്ള സഞ്ചാരം നിലച്ചു പോവുകയാണ്. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക്, വലിയ ലോകത്തേക്ക്, വലിയ ചിന്തകളിലേക്ക്, വലിയ ആശയങ്ങൾ
പഠിക്കുന്ന മക്കളാണ്, കഴിവുള്ള മക്കളാണ് നമ്മുടെ മക്കളൊക്കെ. അവർക്ക് ഒരുപാട് വലിയ കഴിവുകൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് നമ്മളെല്ലാവരും കൂടെ നിൽക്കണം. എപ്പോഴും എല്ലാ സമയങ്ങളിലും നമ്മുടെ മക്കളെ കൂടെ, നമ്മളുടെ എല്ലാവരുടെയും ഒരു മൂന്നാം കണ്ണുണ്ടാകുന്ന സമയത്താണ് അവരെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുക. അള്ളാഹു നമുക്കത് സാധിപ്പിച്ചു തരട്ടെ. തൗഫീഖ്, അഭിവന്ദരായ തങ്ങൾ ഉസ്താദ് പറഞ്ഞു, ആ തൗഫീഖ് വിശുദ്ധ ഖുർആനിൽ ഒരിടത്താണ് പറഞ്ഞത്. അവരുടെയൊക്കെ ദുആകളിൽ നമുക്ക് കാണാൻ കഴിയും, പടച്ചവനെ മുവഫ്ഫഖീങ്ങളിൽ പെടുത്തി തരണേ. ആ മുവഫ്ഫഖ് നമ്മളൊക്കെ ആകണം. വലിയ തൗഫീഖുള്ള സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളെ പോലെ വലിയ തൗഫീഖുള്ള ആളുകൾ നമ്മുടെ മക്കളുകളൊക്കെ ആയിത്തീരണം. അത് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ആ തൗഫീഖ് കിട്ടാൻ പ്രയാസമാണ്. ഖുർആനിൽ ഒരിടത്ത് മാത്രം പറഞ്ഞ തൗഫീഖ് അത് കിട്ടാൻ പ്രയാസമായതുകൊണ്ടാണ് ആ തൗഫീഖ് ലഭിക്കുന്ന മുവഫ്ഫഖീങ്ങളിൽ വന്യരായ നമ്മളെ ഉസ്താദുമാരെ പോലെ, ബദറുസ്സാദാത്തിനെ പോലെ, അഭിവന്ദരായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെ പോലെ, അഭിവന്ദരായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമയെ പോലെ, നമ്മുടെ എല്ലാ അഭിവന്ദര, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ താജുൽ ഉലമ, അഭിവന്ദരായ നൂറുൽ ഉലമ, ഇപ്പോൾ പാണക്കാട് ഹുസൈൻ ഷിഹാബ് ബാറ്റക്കോയ തങ്ങളുടെ അവിടുത്തെ വഫാത്തിൻ്റെ ദിവസം കൂടിയാണ്. എല്ലാവരെയും മനസ്സിൽ ഓർത്തുകൊണ്ട് എല്ലാ സമയങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.